ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പലപ്പോഴും ആശകൾ അവസാനിച്ച സ്ഥലത്ത് എന്റെ കൃഷ്ണൻ എനിക്കൊരു പ്രതീക്ഷ തരാറുണ്ട്, ഏതെങ്കിലുമൊക്കെ വിധത്തില്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു, കൂടുതൽ കൂടുതൽ കരയിക്കാനാണോന്ന്. പക്ഷേ ഭഗവാൻ എന്നെ കൈവിട്ടില്ല. എപ്പോഴാ ഡോക്ടർ നമ്മൾ പോന്നേ? ഇപ്പൊ തന്നെ പോവാം. അമ്മ പേടിക്കണ്ട. ആ പറ്റിയോ? കൈ കാണിക്കേ. നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഉഗ്രൻ. പായസം ഗംഭീരം. അല്ല, നോക്കട്ടെ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ. അവിടെ ഉണ്ട്. ആഹാ, സാമ്പാർ, തോരൻ, അവിയല്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ അതൊരു കൊള്ളാവുന്ന കാര്യമാണല്ലോ. കണിമംഗലത്തെ കുട്ടി കൊള്ളാം. ആ, അത് വേണ്ട. പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥയിലെ ഒരു മാന്ത്രിക കുടുക്കയുണ്ട്. എടുകുടുക്കെ ചോറും കറിയെന്ന് പറഞ്ഞ അത് എല്ലാ കലങ്ങളിലും ചോറും കറികളും നിറയ്ക്കും. അതുപോലൊരു കുടുക്ക ദേവനാരായണൻ തിരുമേനി ആറ്റുനോറ്റ് ഈ ആറ്റുവാശ്ശേരിയിൽ വളർത്തിയിരുന്ന ഈ മിടുക്ക. അതെ, വിശക്കുന്നില്ലേ? മുത്തശ്ശി ഡോക്ടറെ കാണിച്ച് അച്ഛനും അമ്മയും വരുമ്പോഴേക്കും നല്ല വൈകും. വരണം, ഞാൻ കഴിക്കാനെടുത്തരാം. ഏയ്, അതൊക്കെ എന്ത് മര്യാദയാടോ. നമുക്ക് എത്ര വൈകി കഴിഞ്ഞാലും അച്ഛനും അമ്മയും വരട്ടെ, അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കഴിക്കും. എന്നാ പിന്നെ ഞാൻ അടുക്കള അടയ്ക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ പണിയൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ വീട് മൊത്തത്തിൽ അങ്ങ് അടച്ചാലോ? എന്തിന്? അയ്യേ, അതെ, നല്ല മനസ്സോട് കൂടിയൊക്കെ ചിന്തിക്കു വച്ചേ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റു കടന്ന് കാണാം. അതെ, നമ്മുടെ പഴയ കുറെ ഓർമ്മകളൊക്കെ അവിടെ ഇവിടെയായിട്ട് ചെതറി കിടക്കുകയല്ലേ. എല്ലാം കൂടി നമുക്കൊന്ന് പെറുക്കി കൂട്ടി നോക്കാം. ഇറങ്ങിയാലോ? വേണോ? ആ, വേണം. അതെ, തന്നെ കണ്ടുമുട്ടിയ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. നമുക്ക് പോവാടോ. താൻ വാ. വരാം. നിക്കേ. വാ. സർ, സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നാടോടി കൂട്ടങ്ങൾ ഒരുപാടുണ്ട്. എല്ലാത്തിനും തിരഞ്ഞു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് കണ്ടെത്താൻ പറ്റൂ. സമീപ പ്രദേശങ്ങളിൽ ഞാൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരും തേടിക്കോളും. പ്രിയങ്ക മരിച്ചു കിടന്നതിന്റെ തൊട്ടടുത്ത് ഒരു നാടോടി സംഘം ക്യാമ്പ് ചെയ്തിരുന്നു. അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സാറേ, ഈ നാടോടികൾ ഊരും പേരും പറയുമ്പോ ഏകദേശം എല്ലാം ഒരേപോലെ ആയിരിക്കും. എവിടെയെങ്കിലും ഒരു വെള്ളപ്പൊക്കം നടന്നുവെന്നോ ഉരുൾപൊട്ടൽ നടന്നുവെന്നോ പറഞ്ഞ് അതിന്റെ പേര് തെണ്ടി നടക്കുമെന്നായിരിക്കും പറയുക. മിക്കവാറും ഒരു കോലത്തിലായോണ്ട് തെരഞ്ഞു കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. എന്ന് കരുതി അന്വേഷണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കൊലപാതകം നടന്ന ദിവസം അവിടെ തമ്പടിച്ചിരുന്ന നാടോടികളെ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങൾ ജീപി കയറും.
ഈ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? പിന്നെ നമ്മൾ കണ്ട എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും മറക്കില്ല. കാരണം എന്താണെന്നറിയോ? എന്താ? ഈ സ്ഥലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കണ്ടതല്ലാതെ എന്ത് പ്രത്യേകതയാ? ഇവിടെയൊക്കെ വെച്ചാണ് അയ്യോ വരുൺ എന്റെ പിന്നാലെ വരില്ലേ? നമ്മൾ തമ്മിൽ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ആളുകൾ കണ്ടാൽ എന്ത് കരുതും എന്നൊക്കെ താൻ പറഞ്ഞത്. ശ്ശെ, കളിയാക്കല്ലേ? അങ്ങനെയൊക്കെ നടക്കുമ്പോഴേ നമ്മൾ ഇന്ന് ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതുവഴി വരുന്ന കരുതിയിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചുമ്മാ പറയല്ലേ? അതെടോ, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് തന്നോടുള്ള സ്നേഹം അത്രയ്ക്ക് സിൻസിയറായിരുന്നു. ഓരോ തവണ താൻ നിഷേധിക്കുമ്പോഴും മനസ്സും എടുക്കാതെ ഞാൻ കാത്തിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ താൻ എന്റേതാവുന്നുള്ള സ്വപ്നത്തോടെ തന്നെ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അവസാനം ദൈവം അത് സാധിച്ചു തന്നു. പിന്നെ തന്റെ കൃഷ്ണനാ കേട്ടോ, മൂപ്പരേ വലിയ പുള്ളിയാ. പ്രണയിക്കുന്നവരെ ഒരിക്കലും അകറ്റില്ല. പലപ്പോഴും ആശകൾ അവസാനിച്ച സ്ഥലത്ത് എന്റെ കൃഷ്ണൻ എനിക്കൊരു പ്രതീക്ഷ തരാറുണ്ട്, ഏതെങ്കിലുമൊക്കെ വിധത്തില്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കായിരുന്നു, കൂടുതൽ കൂടുതൽ കരയിക്കാനാണോന്ന്. പക്ഷേ ഭഗവാൻ എന്നെ കൈവിട്ടില്ല.